ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ബ്രെഡ് വെച്ചിട്ടൊരു പുഡിങ്ങാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മുട്ടയൊന്നും ചേർക്കാതെ തന്നെ ബ്രെഡ് വെച്ചിട്ട് പുഡിങ് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ബ്രെഡ് ആദ്യമേ തന്നെ നമ്മുടെ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സിയിൽ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 7 ബ്രെഡ് എടുത്തിട്ടുണ്ട്, അത് നല്ലതുപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അപ്പോൾ അതൊരു സൈഡിലിരിക്കട്ടെ. അടുത്തതായിട്ട് കസ്റ്റർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. കസ്റ്റർഡ് പൗഡർ ഒരു 6 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മിക്സ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 1/4 കപ്പ് പാലിലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് മുതൽ 1/2 കപ്പ് പാൽ വരെ എടുത്തിട്ടുണ്ട്. അതൊന്നും കട്ട കെട്ടാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കട്ടയൊന്നും കെട്ടരുത് കേട്ടോ. കട്ട കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പുഡിങ് കറക്റ്റായിട്ട് വരത്തില്ല. അപ്പോൾ അതിവിടെ മാറ്റി വയ്ക്കാം. പിന്നെ ഒരു പാൻ ചൂടാക്കുക. നമുക്കപ്പോൾ കാരമലൈസ് ചെയ്യണമല്ലോ പഞ്ചസാര. അപ്പോൾ കാരമലൈസ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു 6 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് കളർ ചേഞ്ചായി വരണം. ഒരു ബ്രൗൺ നിറവുമില്ല, ഒത്തിരി കറുത്തു പോവുകയും ചെയ്യരുത്. ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ എടുക്കാൻ വേണ്ടി. ഇപ്പം നല്ലപോലെ കാരമലൈസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കാരമലൈസ് ആയ ഉടനെ തന്നെ നമ്മൾ പുഡിങ് ഉണ്ടാക്കാൻ വെച്ചിരിക്കുന്ന പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിനകത്താണ് ഞാൻ പുഡിങ് ഉണ്ടാക്കുന്നത്. അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതവിടെ ഇരുന്ന് സെറ്റായിക്കോളും. അടുത്തതായിട്ടൊരു പാൻ വയ്ക്കുക. അതിലേക്ക് നമ്മൾ പാലൊഴിച്ച് കൊടുക്കുക. ഞാനിവിടെ എത്ര കപ്പ് പാലെടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യണേ. അപ്പോൾ പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് അതിനകത്തോട്ട് വാനില എസൻസ് ചേർക്കുന്നുണ്ട്. വാനില എസൻസ് ഓപ്ഷണൽ മാത്രമാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലയെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പാലൊന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കസ്റ്റർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. ഒരു തിള വന്നാൽ മതി. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ഉടനെ തന്നെ മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ അടി കരിയാൻ സാധ്യതയുണ്ട് കേട്ടോ. കസ്റ്റർഡ് പൗഡർ ഇടുമ്പോൾ തന്നെ നല്ലപോലെ ഒന്ന് കുറുകി വരും. അപ്പോൾ ഈ കുറുകി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറേശ്ശെ നമ്മൾ ബ്രെഡ് പൊടിച്ച് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം. മൊത്തത്തിൽ ഇട്ട് കൊടുത്താൽ കട്ട പിടിക്കുന്നത് കൊണ്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എല്ലാ ബ്രെഡ് നമ്മൾ പൊടിച്ചതും ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു 14 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അളവാണ് കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അളവുകളൊക്കെ കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ചിരുന്ന പാനിലേക്ക് നമ്മൾ ആ മിക്സർ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കുക. ഒന്ന് തട്ടിയൊക്കെ കൊടുത്തെടുക്കുക. കേക്ക് ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് സെറ്റാക്കി എടുക്കുക. അപ്പോൾ ഞാനിവിടെ ആവിയിൽ ഇതാക്കി എടുക്കുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 180 ഡിഗ്രിയിൽ 35 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്താലും മതി. പ്രീ ഹീറ്റ് ചെയ്യുക. 180 ഡിഗ്രിയിൽ 35 മിനിറ്റ്സ് വയ്ക്കുക. ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ പൊക്കത്തൊന്ന് ഇതൊന്ന് ഒന്നെങ്കിൽ ഫോയിൽ പേപ്പർ വെച്ചിട്ട് അടച്ച് വയ്ക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പാത്രം വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ചെറിയ ചൂടിൽ സിമ്മിലിട്ടിട്ട് വേണം. ഞാനൊരു 30 മിനിറ്റ്സ് വെച്ചിട്ടുണ്ട്. ഒന്ന് ഇടയ്ക്കൊന്ന് കുത്തി നോക്കുക അകത്തൊക്കെ സെറ്റായിട്ടുണ്ടോ എന്ന്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ കാരമലൈസ്ഡ് ബ്രെഡ് പുഡിങ് റെഡി ആയിട്ടുണ്ട്, മുട്ടയൊന്നും ചേർക്കാത്തത്. അപ്പോൾ ഇത് സിമ്പിളാണ് കേട്ടോ നമുക്ക് തയ്യാറാക്കാൻ. ഇപ്പോൾ ഇത് കാണിക്കുന്ന പോലെ കുറച്ച് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ ഉള്ളൂ. ബ്രെഡ് ബാക്കി വരുവാണെങ്കിൽ നമുക്കിത് ചെയ്താൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.